ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. ചെക്സ് നോ ബാലൻസ്. ഇന്ത്യ മസ്റ്റ് ലുക്ക് അറ്റ് ഓൾ ഇറ്റ്സ് ഓപ്ഷൻസ് വിത്ത് ചൈന ടു എൻഷുവർ ലിസ്റ്റിംഗ് ഓഫ് ടെററിസ്റ്റുകളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. അത് ചൈനയുടെ സ്റ്റാൻഡ് എന്താണ്? യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ നമുക്കറിയാം വീറ്റോ ഉള്ളത് ആർക്കാണ്? ഓൺലി ഏഷ്യൻ കൺട്രി ടു ഹാവ് എ വീറ്റോ ഇൻ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ ഇസ് ചൈന. അപ്പോൾ ചൈനക്കാണ് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ വീറ്റോ ഉള്ളത്. അപ്പോൾ ഇന്ത്യയും അതുപോലെ തന്നെ US ആയിട്ട് എപ്പോഴും ജോയിൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ ഒറ്റക്കായാലും പല ടെററിസ്റ്റുകളെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആവശ്യം യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഉന്നയിക്കാറുണ്ട്. പലപ്പോഴും മിക്കപ്പോഴും ചൈന എന്താണ് ചെയ്യുന്നത്? അത് വീറ്റോ ചെയ്ത് അത് വേണ്ട എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ്റെ മുമ്പോട്ടുള്ള സ്റ്റാൻഡ് എന്താണ്? ഏത് രീതിയിൽ ഇന്ത്യ അതിനെ മറികടക്കണം, അല്ലെങ്കിൽ ഏതാണ് മുമ്പോട്ട് ഇന്ത്യ ചൈന റിലേഷൻഷിപ്പിൽ ഏത് രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ അനലൈസ് ചെയ്യുന്നത്. China's decision to block two proposals by India and United States to list Lashkar-e-Taiba commanders on the United Nations Security Council 1267 terror list is a part of well-worn pattern now. Since June, New Delhi and Washington have made 5 such proposals with China placing hold on each. ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? 5 തവണയാണ് ചൈന അതിനെ വിലക്കിയത്. ഏതിനെ വിലക്കിയെന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും അതുപോലെ തന്നെ ഇന്ത്യയും കമ്പൈൻഡ് ആയിട്ട് ഈ ലഷ്കർ-ഇ-തൈബ ടെററിസ്റ്റുകളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യം യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ വെച്ചപ്പോൾ 5 തവണ, ഇപ്പോൾ ജൂണിന് ശേഷം 5 തവണയാണ് ചൈന അത് വേണ്ടാന്ന് പറഞ്ഞ്. ഒന്നിതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ചൈന നൽകുന്ന സപ്പോർട്ട്. 2 പാകിസ്ഥാനുമായിട്ടുള്ള ചൈനേൻ്റെ ബന്ധം. എപ്പോഴും പറയും അവർ അത്രയധികം ഫ്രണ്ട്ഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ള 2 രാജ്യങ്ങളാണ്. കാരണം പാകിസ്ഥാനും ചൈനയും. കാരണം ഇന്ത്യനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ടെററിസം കർബ് ചെയ്യാൻ വേണ്ടി, നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലോബൽ എഫർട്ട് എപ്പോഴും എല്ലാ രാജ്യങ്ങളും എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡെവലപ്ഡ് നേഷൻ്റെ ഒരു ഗ്ലോബൽ ഡ്യൂട്ടിയും കൂടിയാണ് ടെററിസം ഇല്ലാതാക്കാൻ. കാരണം ടെററിസം എവിടെ ഉണ്ടോ അവിടെ ഡെവലപ്മെൻറ്റും എക്കോണമിയും തകർച്ചയിലായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനൊരു കമ്പൈൻഡായിട്ട് എഫേർട്ട് എടുക്കും. എസ്പെഷ്യലി ഇന്ത്യ പോലത്തെ ഒരു പ്രൊഫൈലുള്ള രാജ്യം, അതുപോലെ തന്നെ US പോലൊരു രാജ്യം അങ്ങനെ ചെയ്യുമ്പോൾ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു വീറ്റോ ഉണ്ടെന്ന് കരുതി മിക്കപ്പോഴും ഇതെന്താണ് ചെയ്യുന്നത്? ഈ പറയുന്ന ചൈന ഇത് ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡാണ് ചൈനയുടെ. കാരണം ഇപ്പോൾ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ റാറ്റ്സ് എന്ന് പറയുന്നത് ആൻറ്റി ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. അതിലൊക്കെ മെമ്പറായിരിക്കുന്ന ചൈന പുറത്ത് ആൻറ്റി ടെററിസം ഒക്കെ പറയുമെങ്കിലും ഉള്ളിലൂടെ എന്താണ് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ ടെററിസ്റ്റ് ഓർഗനൈസേഷനെയും അതിൻ്റെ ലീഡേഴ്സിനെയും സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇൻക്ലൂഡ്സ് ജെയ്ഷ് ഇ മുഹമ്മദ് ചീഫ് മസൂദ് അഷേഴ്സ് ബ്രദർ റൌഫ് അസ്ഗർ, ലഷ്കർ-ഇ-തൊയ്ബ ലീഡേഴ്സ് അബ്ദുൾ റഹ്മാൻ മക്കി and 2611 handler Sajid Mir, and the latest listing request for Talha Saeed and Shahid Mahmood, who is charged with recruitment and collection of funds for the terror group. ഈ പറഞ്ഞ 2611 അറ്റാക്കുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ഈ പറഞ്ഞ ടെററിസ്റ്റുകളെ റിക്രൂട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഫണ്ട് സ്വരൂപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ടെററിസ്റ്റുകൾ എന്ന രീതിയിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ പേരുകൾ ഏതിൽ പറഞ്ഞിരിക്കുന്നത്? യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ. അതാണ് ആര് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്? ചൈന ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഈച്ച് ഓഫ് ദിസ് മെൻ ഹാസ് ബീൻ ലിസ്റ്റഡ് ആസ് ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഇൻ ഇന്ത്യാസ് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ്റെ ലോ ഏതാണ്? UAPA, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. ആ ലിസ്റ്റിൽ ആരുണ്ട്? ഇവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ US ട്രഷറി ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ FBIൻ്റെ US ട്രഷറി ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ ആൾക്കാരുടെ പേരുകളുണ്ട്. നമുക്ക് മനസ്സിലാക്കാം US-ൻ്റെ അതുപോലെ തന്നെ ഇന്ത്യൻ്റെയും ആവശ്യങ്ങൾ ന്യായമാണ്. കാരണം എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് IC-814 എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ഹൈജാക്ക്, പാർലമെൻ്ററി അറ്റാക്ക് ആൻഡ് മുംബൈ 2611 ടു പത്താൻകോട്ട്, ഉറി, പുൽവാമ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെയധികം റോളുള്ള ഈ പറഞ്ഞ ടെററിസ്റ്റ് ഓർഗനൈസേഷനോ അതുമായി ബന്ധപ്പെട്ട ലീഡേഴ്സിനെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ചൈനയെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ക്ലിയർ ഇൻഡിക്കേഷൻ ദാറ്റ് ഇറ്റ് ഹാസ് എൻ അലിജിയൻസ് ഫോർ, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് എൻ ഇൻക്ലിനേഷൻ ടു പാകിസ്ഥാൻ ആസ് വെൽ ആസ് ദി ടെററിസ്റ്റ് ഗ്രൂപ്പ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുക, അതുവഴി ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യാണ് ചൈന ചെയ്യുന്നതെന്നാണ് ഡയറക്റ്റ്ലി മനസ്സിലാക്കേണ്ടത്. ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ ചൈന ബ്ലോക്ക് ചെയ്യും, അതുപോലെ തന്നെ ഇന്ത്യയും US-ഉം അല്ലെങ്കിൽ ഇന്ത്യ ഒറ്റക്ക് തന്നെ ഇങ്ങനെയുള്ള പ്രൊപ്പോസൽസ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ, ഈ ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് 3 ഓപ്ഷൻസാണ്. ഒന്ന്, ചൈനയെ പറഞ്ഞ് മനസ്സിലാക്കുക, യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ ഈ സ്റ്റാൻഡ് മാറ്റാൻ വേണ്ടി ചൈനയെ പെർസ്യൂഡ് ചെയ്യുക. 2, ഈ പറഞ്ഞ ചൈന ബ്ലോക്ക് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇറ്റ് ക്യാൻ കണ്ടിന്യൂ ടു ബ്രിങ് ടെറർ ലിസ്റ്റിംഗ് പ്രൊപ്പോസൽസ് ടു ദ യുണൈറ്റഡ് നേഷൻസ് നോയിങ് ദാറ്റ് ദേ വിൽ ബി ബ്ലോക്ക്ഡ് ബൈ ചൈന. പക്ഷേ ഇത് രണ്ടും എന്താണ് കാണിക്കുന്നത്? ഈ 2 പരിപാടി എന്താണ് കാണിക്കുന്നത്? ഇത് നമ്മുടെ സ്റ്റാൻഡ്, ആൻറ്റി ടെററിസ്റ്റ് സ്റ്റാൻഡ് കാണിക്കും ഏതൊരു ഗ്ലോബൽ ലെവലിൽ. അതുപോലെ തന്നെ ചൈന ഇത് ചെയ്യുന്നില്ല എന്ന് കാണിക്കും. അതായത് ചൈനയുടെ പ്രൊഫൈലും മനസ്സിലാവും. ചൈന ആക്ച്വലി ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനെ അതുവഴി ടെററിസ്റ്റുകളെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നതും ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് 2 ചെയ്താലും അത് ആൾക്കാർക്ക് മനസ്സിലാവും എന്ന് പറയുന്നു.
മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബൈലാറ്ററലി കാര്യങ്ങൾ മുമ്പോട്ട് പോകുക. അതായത് ഇന്ത്യയും ചൈനയും ബൈലാറ്ററൽ ടോക്സ് വെച്ച് ഇതാണ് ആവശ്യമെന്ന് പറഞ്ഞ് ഇന്ന കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഡിപ്ലോമാറ്റിക്കലി അത് സോൾവ് ചെയ്യുക. പക്ഷേ അത് തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എ തേർഡ് ഓപ്ഷൻ ഇസ് ടു ബി ഓപ്പൺ എ ഡിപ്ലോമാറ്റിക് ചാനൽ വിത്ത് ചൈന ദാറ്റ് ഫോക്കസസ് ഓൺ ദ ഇഷ്യൂ ഓഫ് ഗ്ലോബൽ കോപ്പറേഷൻ ഓൺ ടെററിസം സെപ്പറേറ്റ് ഫ്രോം അതർ ഫ്രാക്ഷ്യസ് ബൈലാറ്ററൽ ഇഷ്യൂസ് ആൻഡ് ടു ഇൻഡ്യൂസ് ബീജിംഗ് ടു റീകൺസിഡർ ഇറ്റ്സ് അൺടെനബിൾ പൊസിഷൻ. ലാസ്റ്റ് ഓപ്ഷൻ ബുദ്ധിമുട്ടാണെന്ന് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ന്യൂസിലൊക്കെ കാണുന്നതാണ്, ഇപ്പോൾ ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചൈന ബോർഡറിലൊക്കെ ഉള്ള എന്താ പറയുക റിഫ്റ്റുകളുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ ഇന്ത്യയും ചൈനയായിട്ട് നിലനിൽക്കെ ഒരു ഡിപ്ലോമാറ്റിക് ടോക്ക് ചില സബ്ജക്റ്റുകളിലൊന്നും സാധ്യമാവുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈ ടെററിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബൈലാറ്ററൽ ടോക്സ് വെക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ എന്നറിയില്ല. പക്ഷെ എന്നാലും അത് ഇമ്പോസിബിൾ അല്ല എന്നാണ് എഡിറ്റോറിയൽ അനാലിസിസ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു അമിക്കബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടുവരണമെന്നും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് മനസ്സിലാക്കിക്കൊണ്ട് ടെററിസം ആക്ച്വലി ഇന്ത്യക്ക് മാത്രമല്ല ഗ്ലോബലി അതൊരു വലിയ ത്രെട്ടാണെന്നും അത് ഡെവലപ്മെൻറ്റിനെയും ഗ്ലോബൽ പീസിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണെന്നും പറഞ്ഞ് പെർസ്യൂ ചെയ്ത് ചൈനേനെ ഈ ഒരു ടോക്കിംഗ് ടേംസിലേക്ക് കൊണ്ടുവന്ന് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലും വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നാണ് പറയുന്നത്.